നിനക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നിനക്കറിയാലോ. കിതയ്ക്കാതെ തികച്ചൊരു 10 സ്റ്റെപ്പ് കയറാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഡോക്ടർ നിന്നോട് എന്താടാ പറഞ്ഞേ? എന്തിനാ രാഹുലെ നീ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് കൂട്ടണേ? നീ വലിയ നിർത്തിയതല്ലേ? അതോ എന്നോട് നുണ പറഞ്ഞതാണോ? അല്ല. എന്നാ പറ, എത്ര നാളായി വീണ്ടും വലി തുടങ്ങിയിട്ട്? 5-6 മാസമായി. 6 മാസോ? അപ്പൊ ഈ 6 മാസം നീ ഇങ്ങനെ പറ്റിച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എടാ, എന്താടാ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്നോട് പറയാൻ പറ്റാത്ത എന്താ നിനക്കുള്ളേ? പറ. ഒന്നുമില്ല. എടാ എന്നോട് പറയടാ. അത് നിന്നോട് പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്നോട് പറയാൻ ഞാൻ പലവട്ടം ആലോചിച്ചതാ. പറ. പറ്റണില്ലേ നിന്നെ ഫേസ് ചെയ്യാൻ പോലും. നിന്റെ മുമ്പ് ഇരിക്കാൻ പോലും യോഗ്യതല്ല. 2018 സംഭവം. ഞാനൊന്ന് PG ഫൈനൽ ഇയർ പഠിക്കുക. ആനുവൽ ഡേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിക്കാൻ പ്ലാനിട്ടു. വീട്ടുകാർ ജീപ്പ് എടുത്തുകൊണ്ട് പോവല്ലേ എന്ന് 1000 തവണ പറഞ്ഞതാണ്. എന്നിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ജീപ്പ് എടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് പോയി. വെള്ളമടിച്ച് ലക്കും ലഗാനും ഇല്ലാണ്ട് ഞാൻ ആ ജീപ്പ് എടുത്തിട്ട് എന്നെ കോളേജിലേക്ക് പോയി. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് നടന്നു വളരെ ദൂരമേ ഉള്ളൂ. പക്ഷേ ആ പൊട്ട നേരത്തിന് ഞാനൊന്നും ചിന്തിച്ചില്ല. ജീപ്പിൽ ഷോ കാണിച്ചെന്ന് കയറിയത് പാട്ട് പാടിക്കൊണ്ടിരുന്ന കുറച്ച് പിള്ളേരുടെ ഇടയിലോട്ടാണ്. പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ. അവൻ്റെ അമ്മയുടെ കത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനഃപൂർവ്വമായിരുന്നില്ല. പക്ഷേ വീട്ടുകാരുടെ പൈസയും സ്വാധീനമൊക്കെ കൊണ്ട് കേസിൽ നിന്നൊക്കെ ഞാൻ തടിയൂരി. പക്ഷെ അപ്പോഴും എനിക്ക് ആ കുറ്റബോധം മനസ്സിൽ അത് മാറുന്നുണ്ടായിരുന്നില്ല. ജോലിയൊക്കെ കിട്ടി നിന്ന സമയത്താണ് എൻ്റെ കല്യാണമല്ല എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും മെൻ്റലി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ നീ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. നീ അങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്തത്. എൻ്റെ ജീവിതം വീണ്ടും കളർഫുള്ളായി. നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സിഗരറ്റ് വലിയും എല്ലാ ദൂഷ്യയിലും ഒഴിവാക്കിയത്. ഒരിക്കൽ പോലും നീ വിഷമിക്കില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ നിൻ്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഫോണിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ച കൂട്ടത്തിലാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ കൊന്നു നിൻ്റെ വരുണിനെ അടി. മനഃപൂർവ്വം അല്ലെങ്കിലും നീ ജീവനെല്ലാം സ്നേഹിച്ച ഒരാളെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ? അതറിഞ്ഞപ്പോൾ മുതൽ നിൻ്റെ മുഖത്ത് വെക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഓരോ പ്രാവശ്യം നിന്നെ കാണുമ്പോഴും എനിക്ക് അവൻ്റെ മുഖം ഓർമ്മയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. എനിക്ക് പറ്റല്ല നിന്നെ ഫേസ് ചെയ്യാൻ. അറിയാം ഇതൊന്നും ഈ വലിക്കുന്നതൊന്നും ഒന്നിനും പരിഹാരമല്ല. പക്ഷെ ഞാൻ എന്നെ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. നീ ഒരുപാട് കരയാൻ കാരണമായത് തന്നെ ഞാൻ കാരണമല്ലേ? സോറി. സോറി. എനിക്കവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ